ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് വാലന്റൈൻ സ്പെഷ്യലായിട്ടുള്ള ക്രാഫ്റ്റ് ആട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ 1-2 പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാലന്റൈൻ തീമിലുള്ളത് നമുക്ക് പിൻട്രസ്റ്റിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് പ്രിൻ്റ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് നല്ല ക്വാളിറ്റിയിലൊന്നുമല്ല കേട്ടോ പ്രിൻ്റ് എടുത്തിട്ട്. നമ്മൾ നോർമലായിട്ട് 30-50 പൈസക്ക് 30 പൈസക്കൊക്കെ എടുക്കില്ല. അപ്പോൾ അതുപോലെ ഒന്ന് പ്രിൻ്റ് ഔട്ട്സ് എടുത്തിട്ടുള്ളതാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ നല്ല കളറായിട്ട് വരുന്ന രീതിയിൽ പ്രിൻ്റ് എടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയല്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ പ്രിൻ്റ് എടുത്തപ്പോൾ നമുക്ക് അത്രക്കൊരു ഹൈലൈറ്റ് ചെയ്ത് കാണില്ലല്ലോ അതിൽ ആ ഒരു കളറൊന്നും. എല്ലാം ഇങ്ങനെ ബ്ലാക്ക് വൈറ്റ് അല്ലേ കാണും, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ഞാനത് ബ്ലാക്കും റെഡും സ്കെച്ച് വെച്ചിട്ട് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ ആ ഒരു റെഡൊക്കെ ഹാർട്ട് ഷേപ്പിനൊക്കെ റെഡ് ഫില്ല് ചെയ്തു. ആ ഒരു ഡിസൈൻസിലൊക്കെ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ടും ലൈറ്റായിട്ടൊന്നിങ്ങനെ ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വൈറ്റ് പേപ്പറിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ഇതുപോലെ സിമ്പിളായിട്ട് ഡിസൈൻസൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനെല്ലാം ഹൈലൈറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഡിസൈൻസും ഓരോ പീസസ് ആയിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളല്ലാതെ തന്നെ നല്ല ക്വാളിറ്റി പേപ്പറിൽ പ്രിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മളത് ഇതുപോലെ ഓരോ ഡിസൈൻസ് ആയിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഒരുമിച്ചൊന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരുമിച്ച് വെക്കുന്ന സമയത്ത് ഇപ്പം ഇത് ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ്. അപ്പം ചെറുതും വലുതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡ്സൊക്കെ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് സൈസൊക്കെ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെല്ലാം ക്ലീൻ ആക്കി കൊടുക്കുക. പിന്നെ വേറൊരു ഷീറ്റ് എന്താ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഇത് ഓരോന്നായിട്ടൊന്നും ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല വീതിയുള്ള സെല്ലോ ടാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റൊരു പീസായിട്ട് ജസ്റ്റ് മേലെയും അതുപോലെ തന്നെ താഴെ ഭാഗത്തൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വീതിയുള്ള നോക്കിയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറിയ ടൈപ്പാണ്. അപ്പോൾ അത് 3 എണ്ണമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ മേലെയും താഴെയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ഒരു സൈഡിൽ സെല്ലോ ടാപ്പിൻ്റെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് നീറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 1 സൈഡ് പേപ്പറിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു കേട്ടോ. നിങ്ങൾക്ക് അതൊന്നും നല്ല പേപ്പറൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യണ ആ ഒരു സെല്ലോ ടാപ്പ് ഒട്ടിക്കുമ്പോൾ നമുക്ക് റഫ് യൂസൊക്കെ വരുന്ന സമയത്ത് പേപ്പറല്ലേ പെട്ടെന്ന് കീറി പോവില്ല. നമുക്ക് നല്ലൊരു ലാമിനേഷൻ ചെയ്ത പോലെ നല്ലൊരു ഭംഗി ഉണ്ടാവും. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചുളിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പിന് സെല്ലോ ടാപ്പ് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഒരു സെല്ലോ ടാപ്പൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വാലന്റൈൻ തീമിലായിട്ടുള്ളൊരു കീ ചെയിൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കീ ചെയിൻ ആണ് സമയത്ത് നമ്മൾ റെഫ്യൂസ് ചെയ്യുമ്പം അത് ചുളിഞ്ഞൊക്കെ പോകില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെല്ലോ ടാപ്പ് ഒട്ടിച്ചുള്ളത്. അപ്പോൾ നല്ലൊരു നമുക്ക് കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ അത്ര പെട്ടെന്ന് ചീത്തയായി പോകില്ല. പിന്നെ നല്ലൊരു ലാമിനേഷൻ ചെയ്ത ഒരു ലുക്കും കിട്ടും. പിന്നെ ഞാൻ ഇവിടെ എടുത്തുള്ളതൊരു പഞ്ചിങ് മെഷീനാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിതിൻ്റെ ഓരോന്നിൻ്റെ സൈഡിലും ഓരോ ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മൾ ഹോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏകദേശം ഒരേ സൈഡിലായിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ എഴുതിയിട്ടുള്ളത് തിരിഞ്ഞു പോവാതെയും ഒക്കെ നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഹോളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹാർട്ട് ഷേപ്പിന് ഞാൻ അകത്തായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഓർഡറിൽ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു കീ ചെയിൻ്റെ റിംഗ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഓരോന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരേ സൈസിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ചെറുതായിട്ടുള്ളത് ഞാൻ മേലെ വെച്ചു, ആ വലുത് കുറച്ച് താഴെ അങ്ങനെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും മേലെയായിട്ട് ആ ഒരു ഹാർട്ട് ഷേപ്പും വരുന്ന രീതിയിൽ നമ്മളെല്ലാം കീ ചെയിനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ ആ ഒരു കീ ചെയിൻ ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു സിസേഴ്സിൻ്റെ സൈഡിൽ ഇങ്ങനെ കീ ചെയിൻ ആക്കി കൊടുത്തു. എന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ കാർഡും ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ഹാർട്ട് ഷേപ്പ് മേലെ വരുന്ന രീതിയിൽ റെഡിയാക്കി കൊടുത്തിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നല്ല ക്വാളിറ്റിയിൽ കളർഫുള്ളായിട്ട് ആ ഒരു റെഡും ബ്ലാക്കൊക്കെ കാണുന്ന രീതിയിൽ പ്രിൻ്റ് എടുത്താൽ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാകും. പിന്നെ ഇപ്പോൾ അത് സൗകര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഐഡിയ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വാലന്റൈൻ അല്ലാതെ തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇങ്ങനെ പ്രിൻ്റ് എടുക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നുകിൽ എഴുതിയിട്ടൊക്കെ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മാഗസിൻസിലൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലുള്ള ഇമേജസും വേർഡ്സൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.